ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പച്ചച്ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയും കൊണ്ടുള്ള ഒരു കറിയാണ്. 250 ഗ്രാം ചെമ്മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. 2 മുരിങ്ങക്ക നന്നാക്കി എടുത്തത് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമാങ്ങ, ഒരു 5-6 ചുവന്നുള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും ഉള്ളിയൊക്കെ ചതച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അധികം ചേർക്കുന്നില്ല. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടിത്തെരുമി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിന് ഞാനൊരു 1.5 കപ്പ് തേങ്ങയുടെ പാലാണ് ചേർക്കുന്നത്. ആദ്യത്തെ പാല് 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് 1.5 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ചും കൂടെ ചേർക്കണം. അപ്പോൾ ബാക്കി പീരി ഉണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. ഇപ്പോൾ പാകത്തിന് വെള്ളമായിട്ടുണ്ട്. ഇനി അത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളയ്ക്കാൻ വെക്കാം. ഇത് ആദ്യത്തെ പാലാണ്, അത് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. മുരിങ്ങക്കായും ചെമ്മീനൊക്കെ ഒരേ ഒപ്പം വെന്ത് കിട്ടിക്കോളും. ചെമ്മീൻ ഉടഞ്ഞു പോകുകയില്ല. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ആകാനുണ്ട്. ഇത് ശരിക്കും വെന്ത് കഴിയുമ്പോൾ എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വരും. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. മുരിങ്ങക്ക വെന്തിട്ടുണ്ട്. ഉപ്പ് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1-ാം പാല് ചേർത്ത് കൊടുക്കുക. അത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഇതിൽ ചെറിയൊരു തിള വരുമ്പോൾ തീ ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. ഒരു 5-6 ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. നമ്മുടെ മുരിങ്ങക്കായും പച്ചച്ചെമ്മീനും മാങ്ങയും കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.